ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അച്ചാമ്മ. രവി പറയുന്നുണ്ട് അവൻ്റെ അച്ചാമ്മയും അമ്മയും എല്ലാം തന്നെ എൻ്റെ അമ്മ തന്നെയാണ്, അമ്മയല്ല അവനെ വളർത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അച്ചമ്മ പറയുന്നുണ്ട് അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും അവനുണ്ട്, അവന് കള്ളമോ ചതിയോ ഒന്നും തന്നെ അറിയില്ല, അതുകൊണ്ടാണല്ലോ രേവതിയെപ്പോലെ ഒരു ഭാര്യ അവന് കിട്ടിയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഒന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം ഈ ഒരു സംസാരം കേൾക്കുമ്പോഴത്തേക്കും അച്ചാമ്മയുടെ ആയിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ചാമ്മ അങ്ങനെ പറഞ്ഞത്, അതെന്താ അമ്മ വളർത്തിയോണ്ടാണ് ഞങ്ങൾ ചീത്തയായി പോയതെന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയും, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരേ സ്വഭാവം കിട്ടിയത്, ഓടിപ്പോയ പയ്യൻസ് എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കാണ്. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത രീതിക്ക് തന്നെ നിൽക്കുകയാണ് നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രുതിയും. ഇത് കാണുമ്പോഴത്തേ രവി പറയുന്നുണ്ട് മതി, ഇനി അങ്ങനെ ഒരു സബ്ജക്റ്റ് വേണ്ട, നമ്മളിവിടെ പൊങ്കൽ ആഘോഷിക്കാൻ വന്നാണ്, നമുക്കത് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര പറയാണ് മോളെ ശ്രുതി പോയി നിൻ്റെ ഇളയച്ചനെ കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതി പോയി ഇളയച്ചനെ കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലുന്ന സമയത്ത് നല്ല ഉറക്കത്തിലായിരിക്കും നമ്മുടെ ബീരാനെ എന്ന് വിളിച്ചുകൊണ്ട് ശ്രുതി വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഉറങ്ങാൻ നേരത്തും ഈ ഒരു ഡ്രസ്സ് തന്നെയാണ്, ഇത് മാറാറില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല ജോഷ് സാർ എവിടേക്ക് ക്യാമറ വെച്ചേക്കെന്ന് അറിയില്ലല്ലോ, ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ കളഞ്ഞത് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ശ്രുതി പറയുകയാണ് അവിടെ എല്ലാവരും പൊങ്കൽ ആഘോഷിക്കുകയാണ്, നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്, അവിടെ ചെന്നിട്ട് വിടുവായത്തിലൊന്നും പറയണ്ട, വാ തുറക്കണ്ട നിങ്ങൾ എന്നൊക്കെ ശ്രുതി താക്കി നൽകുകയാണ്. അതിനുശേഷം ബീരാനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. ബീരാനെ കാണുമ്പോൾ തന്നെ രവി ചോദിക്കുന്നുണ്ട് പൊങ്കലാഘോഷത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ആ സമയത്ത് ബിസിനസ് തീരെ കുറവായിരിക്കുമെന്ന് ബീരാൻ മറുപടി പറയുന്നുണ്ട്. വേഗം തന്നെ നമ്മുടെ സച്ചിയും രവിയും കൂടി പരസ്പരം നോക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അല്ല പൊങ്കലാഘോഷം ഇവിടെ മാത്രമല്ല അങ്ങ് മലേഷ്യയിൽ ആഘോഷിക്കുന്നുണ്ടല്ലോ, ആ ഒരു സമയത്ത് ബിസിനസ് കുറവായിരിക്കും, ആളുകളുടെ തിരക്കും കുറവായിരിക്കും, ഇതാണ് ഇളയച്ചൻ ഉദ്ദേശിച്ചതെന്ന് പറയുകയാണ്. അതിനുശേഷം ഇവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ ബീരാന്റെ വായിൽ നിന്ന് അറിയാതെ വീഴുകയാണ് കടൽ കടന്നൊരു പെൺകുട്ടി എന്ന നാടകത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി വേഗന്ന് ഇളയച്ച എന്താ ഈ പറയുന്നത്, ഇളയച്ചൻ പറഞ്ഞ് വേറൊന്നുമല്ല, കടൽ കടന്നൊരു പെൺകുട്ടി എന്ന നാടകത്തിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു കാര്യമാണ് പറയാൻ തുടങ്ങിയതെന്ന് പറയുമ്പോഴത്തേക്കും രവി പറയുകയാണ് ഓ അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ബീരാൻ വേഗന്ന് പറയുന്നുണ്ട് ശ്രുതിമോളി കാണുന്ന പോലെ ഒന്നുമല്ല, നന്നായിട്ട് അഭിനയിക്കും എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട്, ഇവർ നന്നായിട്ട് അഭിനയിക്കുകയാണോ എന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി വേഗം സച്ചിയെ നോക്കുകയാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ ഇടങ്കണ്ണിട്ട് തന്നെ ശ്രുതിയെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചാമ്മ പറയുന്നുണ്ട് രേവതിയുടെ അടുപ്പ് മാത്രമാണ് നന്നായിട്ട് കത്തുന്നത്, ബാക്കി രണ്ടും വലിയ കാര്യമായിട്ട് കത്തില്ല, അതൊന്ന് ഊതി കത്തിക്കാൻ പറയും. വേഗം തന്നെ വർഷ വന്നിട്ട് അടുപ്പ് ഊതുന്ന കുഴൽ രേവതിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് രേവതി ചേച്ചി ഇങ്ങോട്ട് ഞാൻ ഊതിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അടുപ്പ് ഊതുകയാണ്. ഈ ഒരു സമയത്ത് പുക കണ്ണിലേക്ക് അടിച്ചിട്ട് കണ്ണെരിയുകയാണ് വർഷയുടെ അയ്യോ എൻ്റെ കണ്ണ് പോയി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും. ശ്രീകാന്ത് വേഗം വന്ന് വർഷയുടെ കണ്ണൊക്കെ ഊതി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ ഊതിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ നിന്ന് ആ കുഴൽ മേടിച്ചിട്ട് അടുപ്പിലേക്ക് ഊതുകയാണ് കേട്ടോ. അന്നേരം തന്നെ ശ്വാസം അകത്തേക്ക് വലിക്കുന്ന കാരണം നേരെ പുക അകത്തേക്ക് വന്നിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ചുമയ്ക്കുകയാണ്. ഇത് കാണുമ്പോൾ ശ്രുതിയും വേഗം ഓടിച്ചിട്ട് അയ്യോ ശ്രുതി നിനക്ക് എന്താ പറ്റിയത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും അച്ഛമ്മ പറയുന്നുണ്ട് രേവതി മോളെ അതൊന്ന് മര്യാദയ്ക്ക് ഊതി കത്തിച്ചേന്ന് പറയുകയാണ്. നമ്മുടെ രേവതി ആണെങ്കിലും ശ്രുതിയുടെയും വർഷയുടെ അടുപ്പ് നല്ല രീതിയിൽ തന്നെ ഊതി കത്തിക്കുകയും ചെയ്യും കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് അച്ഛമ്മ പറയുകയാണ് വിദ്യാഭ്യാസം വിവരവും മാത്രം പോരാ, ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വേണ്ട ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതെങ്ങനെയാണ് പുകയെടുപ്പ് ആരും തന്നെ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളും കൂടി, പക്ഷേ രേവതിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, രേവതി എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞ് തന്നെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷയും ചന്ദ്രയും പരസ്പരം നോക്കുകയാണ് കേട്ടോ, ഒരു ഇഷ്ടപ്പെടാത്ത രീതിക്ക് തന്നെ. പിന്നീട് കാണിക്കുന്ന പൊങ്കലാഘോഷത്തിന് ശേഷം എല്ലാവർക്കുമായിട്ടുള്ള പായസമായിട്ട് വരികയാണ് പാർവമ്മയും രേവതിയും കൂടി. അങ്ങനെ എല്ലാവർക്കും പായസം കൊടുത്തതിന് ശേഷം അച്ചാമ്മ പറയുന്നുണ്ട് മോളെ രേവതി നീയും കൂടെ കഴിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ വേണ്ട അച്ചാമ്മയെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അച്ചാമ്മ പറയും മോളെ രേവതി നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ അടുത്ത് ചേർത്തെടുത്താണ് കേട്ടോ. എന്നിട്ട് പായസം വാരി കൊടുക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് അവൾക്ക് മാത്രമാണ് പായസമുള്ളൂ, എനിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ചാമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് കേട്ടോ. അതിനുശേഷം അച്ചാമ്മയുടെ കയ്യിൽ നിന്ന് പായസം മേടിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും ശ്രീകാന്തും ശ്രുതിയും കൊതുകുത്തിക്കൊണ്ട് തന്നെ അച്ചാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ചാമ്മ ഇരുവർക്കും വാരി കൊടുക്കുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം വർഷയും ശ്രുതിയെയും അച്ചാമ്മയായി തന്നെ വിളിച്ചു വരുത്തി അവർക്കും വാരി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും രവി പറയുന്നുണ്ട് ചന്ദ്രേ നീ ഇതെല്ലാം കണ്ടുപിടിച്ചോ, അമ്മ ചെയ്യുന്ന കണ്ടില്ലേ, ആരെയും തന്നെ മാറ്റി നിർത്തിയില്ല, എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ വാരി കൊടുത്തു, ഇതൊക്കെ നീ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പേനയും നോട്ട് ബുക്കും മേടിച്ചായിട്ട് ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കാമെന്ന് ഒരു കളിയാക്കുന്ന രീതിക്ക് ചന്ദ്ര പറയുകയാണ് കേട്ടോ. അതിനുശേഷം അച്ഛൻ പറയുന്നുണ്ട് ഈ പൊങ്കലാഘോഷം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറയാണ് കേട്ടോ.
അങ്ങനെ എല്ലാവരും കൂട്ടി ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ വേണോ, ഞാനിപ്പോൾ പായസം കഴിച്ച് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതവിടെ വെക്കടാ, വന്നിട്ട് തിന്നാമെന്ന് സച്ചി പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ശ്രുതിയുടെ ഇളയച്ചൻ മാറി നിൽക്കുന്നുണ്ട്. ഇളയച്ചനും കയറി നിൽക്കാനായിട്ട് നമ്മുടെ ചന്ദ്ര പറയുകയാണ്. നല്ല ബീരാൻ മടിച്ചാണ് നിൽക്കുന്നത്. പിന്നീട് നമ്മുടെ സച്ചി നേരെ മഹേഷിൻ്റെ കയ്യിൽ ക്യാമറ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അയാൾ വരാത്തക്ക രീതിയിൽ 2-3 ഫോട്ടോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എന്നൊക്കെ പറയുകയാണ്. മഹേഷ് ആണെങ്കിൽ അത് ഓക്കെ എന്നും പറയും കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ വർഷ പറയുന്നുണ്ട്, സ്റ്റോപ്പ് എല്ലാവരും ഒന്ന് നിർത്തണം, ഞാൻ പറയുന്ന രീതിയിൽ കൈ പിടിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹാറ്റിൻ്റെ ഹാഫായിട്ട് കൈ പിടിക്കുകയാണ്. എന്നിട്ട് ജോയിൻ ചെയ്ത് പിടിക്കാൻ പറയട്ടോ. ആദ്യം കാര്യം ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. ആ ഒരു സമയത്ത് നമ്മുടെ വർഷ എങ്ങനെയാണ് കൈ വെച്ച് കൊടുക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. വർഷയുടെ കൈ നേരെ ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് ജോയിൻ ചെയ്ത് അങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരു ഹാറ്റ് ഫുള്ളായിട്ട് തന്നെ വരും കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും അച്ചാമ്മയ്ക്കും രവിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ നേരത്ത് വർഷ ഇങ്ങേ സൈഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ബാക്കി വന്നിരിക്കുന്ന കൈ നേരെ താഴ്ത്തിരിക്കുന്നത് രവിയുടെ കയ്യിലേക്ക് ജോയിൻ ചെയ്ത് പിടിക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും സച്ചി ഇപ്പുറ സൈഡിലാണ്, സച്ചിയുടെ ഒരു കൈ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. സച്ചി വേഗം തന്നെ ഭയങ്കര സന്തോഷം, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷത്തോടെ തന്നെ ചന്ദ്രയുടെ കയ്യിലേക്ക് ജോയിൻ ചെയ്ത് പിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്ര ഒരു പ്രത്യേകതര ഒരു ഇമോഷൻ സ്നേഹത്തോടു കൂടി തന്നെ സച്ചിയെ നോക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും സച്ചിക്കും രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവും ചോദിച്ചു. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ വിശ്രമിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രേവതി എല്ലാവർക്കുമായിട്ടുള്ള പൊങ്കലാഘോഷത്തിന് ശേഷം മുറുക്കുന്നൊരു ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വെറ്റിലയായിട്ട് വരികയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, മോളെ രേവതി അത് നീ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കും, ശ്രുതി എല്ലാവർക്കും കൊടുത്തോളും എന്ന് പറയുകയാണ്. വേഗം തന്നെ ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ രേവതിയുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സച്ചിയും ശ്രുതിയും ചന്ദ്രയും ഒഴികെ ബാക്കി എല്ലാവരും തന്നെ മുറുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ ഇളയച്ചൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇളയച്ചൻ വന്നിട്ട് ഈ മുറുക്കാനുള്ള വെറ്റില മേടിക്കുന്ന സമയത്ത് വെറ്റിലയുടെ ഒരു മടക്കെടുത്ത് നെറ്റിയുടെ ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. അത് പഴയ കാരണന്മാർ ചെയ്യുന്നില്ല, അതേ രീതി ചെയ്യുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, മലേഷ്യയിൽ മുറുക്കാനെ കിട്ടുമോ, മുറുക്കുന്ന കണ്ടിട്ട് സ്ഥിരമായിട്ട് മുറുക്കുന്ന ശീലം ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് ഞെട്ടിക്കുകയാണ്. ഈ ഒരു സമയത്ത് ബീരാനൊക്കെ പറയുന്നുണ്ട്, അതിനെന്താ മലേഷ്യയിലൊക്കെ ഇഷ്ടംപോലെ വെറ്റിലയും അടക്കയൊക്കെ കിട്ടും, അവിടെ ഞാൻ മുറുക്കാറുണ്ട് എന്നൊക്കെ ബീരാനൊക്കെ പറയുകയാണ്. അതിനുശേഷം ബീരാൻ ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ ശ്രുതി നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ഒന്ന് പൊട്ടിച്ചിരിക്കേണ്ടത് എന്നിട്ട് പറയുകയാണ്, അവന് ജോലിയൊന്നും ഇല്ല എന്ന് പറയൂട്ടോ. വേഗം തന്നെ ശ്രുതി മറുപടി പറയുന്നുണ്ട്, ഇളയച്ചൻ അതൊന്നും ശ്രദ്ധിക്കണ്ട, എനിക്ക് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാനുള്ള കഴിവിനേക്കാളും ഒരുപാടുള്ളത് സ്വന്തമായി ബിസിനസ് ചെയ്യാനാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബീരാൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് നിൻ്റെ മുഖത്തത് എഴുതി വെച്ചിട്ടുണ്ട്, നീ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യേണ്ട ആളെ അല്ല, സ്വന്തമായി ബിസിനസ് ചെയ്യേണ്ട ആളാണെന്നൊക്കെ ബീരാനൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷമാവുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛനോട് സംസാരിച്ചിട്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഇളയച്ചൻ ചെയ്തു തരണമെന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ശ്രുതിമോളുടെ അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരനാണ്, ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട്, ശ്രുതിമോളുടെ അച്ഛൻ്റെ കാലശേഷം ആ സ്വത്തുക്കളെല്ലാം നിങ്ങളിലേക്കല്ലേ വരേണ്ടത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷമാണ്. കാരണം തൻ്റെ മകൻ കോടീശ്വരനാവാൻ പോകുമ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ചന്ദ്രയുള്ളത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി ആകെ അതിശയത്തിൽ നിൽക്കുകയാണ്. സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ലല്ലോ ഈ ബീരാൻ പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നത്, ശ്രുതിയുടെ അച്ഛൻ എന്താ വരാതിരുന്നത്, ഇളയച്ചന് വരാമെങ്കിൽ പിന്നെ അച്ഛനും വരാൻ പാടില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അച്ഛമ്മയുടെ ചോദ്യം കേട്ടുകൊണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ശ്രുതി. ഈ ഒരു സമയത്ത് ബീരാൻ ചിന്തിക്കുകയാണ്, എന്തായാലും നല്ലൊരു അവസരമാണ് ജോഷി സാറിൻ്റെ മുന്നിൽ ആളാവാനായിട്ട്, സ്വന്തമായിട്ട് തന്നെ കുറച്ച് ഡയലോഗുകൾ കിട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവസരം കിട്ടും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു പുതിയ കഥ ഇറക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ബീരാനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.